الحمد لله رب العالمين والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പരിശ്രമിക്കാതെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി നമുക്കൊരു ദീനെ കാമിൽ, ഒരു മുക്കമ്മൽ ദീൻ തന്നിരിക്കുകയാണ്. സമ്പൂർണമായ ദീൻ, ഒരു പരിപൂർണമായ ദീൻ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദീൻ നമ്മൾ വിജയത്തിനുള്ളതാണ്. ഈ ദീൻ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഭൂമിയിൽ എല്ലാ സെറ്റപ്പുകളും സംവിധാനങ്ങളും മനുഷ്യർക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അല്ലാഹു തആല വ്യക്തമായി ഓരോ കാര്യങ്ങളിലും മനുഷ്യർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഒന്നും നമുക്ക് വിട്ടിട്ട് പോയിട്ടില്ല. ഫുൾ ദീൻ കാമിലാക്കി തന്നു. ദീൻ നമുക്ക് മുക്കമ്മലാക്കി തന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ കിതാബിൽ 12 മാസങ്ങളാണുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ 12 മാസത്തിൻ്റെ തർത്തീബിലാണ് അല്ലാഹ് കൊണ്ടുവരുന്നത്. മിൻഹാ 4 ഹുറും. അതിൽ പവിത്രമായ, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങളുണ്ട്. അന്ന് മുതലേ ഉള്ളതാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ തുടങ്ങി ഈ മാസങ്ങൾ. ജനുവരി, ഫെബ്രുവരി അതും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. സൂര്യൻ്റെ കണക്ക് വെച്ചിട്ട്, ഹിജ്രി ചന്ദ്രൻ്റെ കണക്ക് നോക്കിയിട്ട് അല്ലാഹു തആല ഈ മാസങ്ങളെ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ മാസങ്ങളെ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന അറബി മാസങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ആ അറബി മാസങ്ങൾ, അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു. ഒരു വർഷം പൂർണ്ണമായി നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിച്ചു. മുഹറം നമ്മുടെ വർഷത്തിൻ്റെ ആരംഭമാണ്. മുഹറം മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് വരെ പറയുന്നു. മുഹറം വളരെ പവിത്രമായ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള യഹൂദികൾ മുഹറമിൻ്റെ 10 അന്ന് നോമ്പ് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നെന്താ നിങ്ങൾ നോമ്പ് വെക്കാൻ കാരണം? അവർ പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ബനി ഇസ്രായേലിൽക്കും കടലിനെ പിളർത്തി കൊടുത്തത് ഇന്നാണ്. അതിൻ്റെ നന്ദി സൂചകമായി ഞങ്ങൾ നോമ്പ് വെക്കാനെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാൾ അഹഖ്, നിങ്ങളെക്കാൾ ഏറ്റവും വലിയ അർഹത മൂസ അലൈഹി സ്വലാമുമായുള്ള ബന്ധം എനിക്കാണ്. അതുകൊണ്ട് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാനെങ്ങാനും അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ 9ഉം 10ഉം കൂടി നോൽക്കുമായിരുന്നു. സത്യത്തിൽ 10ൻ്റെ അന്നുള്ള നോമ്പാണ് മുഹറം 10ൻ്റെ നോമ്പ്. അതിൻ്റെ കൂട്ടത്തിൽ യഹൂദികൾ നോൽക്കുന്നതിൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ 9നെ കൂടി കൂട്ടിച്ചേർക്കും ഇതിൽ, നിങ്ങളോട് എതിരാവാൻ വേണ്ടി. അമലുകളിൽ എതിരാവും,
അവരുടെ കോലങ്ങളിലും വേഷങ്ങളിലും എതിരാവും, എല്ലാത്തിലും എതിരാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസിലുണ്ട്, ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരായി ജീവിക്കും, എന്നുവെച്ചാൽ അവരുടെ ജീവിതം പോലെ നിങ്ങളെ ജീവിതങ്ങളാക്കല്ല. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയ, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയാൻ, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും യഹൂദിയുമല്ല നസ്രാനിയുമല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഋജുമാനസനായ വളവില്ലാതെ നേരെയുള്ള മുസ്ലിമാണ് അദ്ദേഹം. യഹൂദികൾ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളാളാണെന്ന് പറഞ്ഞു, നസ്രാനികൾ നമ്മളാളാണെന്ന് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്രാനിയ, ഇബ്രാഹിം യഹൂദിയല്ല നസ്രാനിയല്ല. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യഹൂദിയല്ല നസ്രാനിയല്ല എന്ന് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, യഹൂദികൾക്കൊരു സ്വഭാവമുണ്ട്. യഹൂദികൾ അവര് ദുനിയാവിനോട് ഭയങ്കര ആർത്തിയുള്ള ആൾക്കാരാണ്. ദുനിയാവിനോട് ഭയങ്കര ആർത്തിയുള്ള ആൾക്കാരാണ്. അവരെ പോലെ ദുനിയാവിന്റെ വസ്തുക്കളിൽ അലച്ചിലിൽ നിങ്ങൾ കുടുങ്ങിയിട്ട് ജീവിക്കരുത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ജീവിച്ച ആളല്ല. ദുനിയാവിന്റെ അലച്ചയുമായി അതിനുവേണ്ടി മാത്രം ജീവിക്കുക, മതനിയമങ്ങളെ ബാക്കിയുള്ളതിനെല്ലാം ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് അങ്ങനെ ജീവിച്ച ഒരു ടീം. അങ്ങനെ ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരുന്നില്ല. നിങ്ങളും അങ്ങനെ ആവരുത്. ഓലാ നസ്രാനിയ, നിങ്ങൾ നസ്രാനിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നില്ല. നസ്രാനികളുടെ വലിയൊരു സംഭവമായിരുന്നു, അവർക്ക് ഈ ഉത്സവം, അത് അവരുടെ വലിയൊരു പരിപാടിയാണ്. നസ്രാനിക്ക് ഭയങ്കര സംഭവമാണ് ഉത്സവം, എല്ലാം ഉത്സവമാക്കുന്ന പരിപാടിയാണ്. കാരണം ഉത്സവത്തിൽ എല്ലാ തമ്മാടിത്തരും നടക്കും, എല്ലാ ഉത്സവങ്ങളിലും നടക്കും. ഉത്സവങ്ങൾ നിലനിന്ന് നിൽക്കുകയാണെങ്കിൽ തിന്മകൾ എന്താക്കാൻ പറ്റും? നിലനിർത്താൻ പറ്റും. മുസ്ലിമീങ്ങൾ സജീവമായി അമ്പലത്തിൻ്റെ ഉത്സവം കൊണ്ടെടുക്കലുണ്ട്, പള്ളി ഉത്സവം നടത്തലുണ്ട്, പിന്നെ വേറുള്ള നമ്മളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഉത്സവം അവും കൊണ്ടെടുക്കലുണ്ട്. അതിലൊക്കെ സംഭവങ്ങൾ എന്തുണ്ടായാലും പറഞ്ഞാൽ കുറേ ആൾക്കാർ ദീനില്ലാത്തവരും ബാക്കിയുള്ളവരൊക്കെ പല നേർച്ചകളുടെയും മറ്റുള്ളതിൻ്റെ ഒക്കെ പേര്, ഇപ്പോൾ പട്ടാമ്പി നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ ദേശീയോത്സവമായിട്ടുണ്ട് പോലും. എന്നുവെച്ചാൽ ഗവൺമെന്റ് മൊത്തം അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ മൊത്തം എല്ലാവരും പാടെ കൂടിയിട്ട് ട്രസ്റ്റിലും എല്ലാവരും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ നടക്കുമ്പോഴേ നാട്ടിൽ തിന്മകളെ നിലനിർത്താൻ പറ്റുള്ളൂ. പഴയ കാലത്ത് ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തായാലും പേരിൽ ഒരു പൈസ ഒക്കെ കുത്തി കളിക്കുന്നുണ്ടല്ലോ, കിൽക്കി കുത്തോ, നാടകുത്ത്, അതേമാതിരി ചീട്ടുകളി, പിന്നെ വെള്ളടിക്കല്, പിന്നെന്തൊക്കെയാണ്, അങ്ങനെ വേണ്ട എല്ലാ തിന്മകളും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ്. അതിനിടെ ജിലേബി ബുക്ക് ഉണ്ടാവും, വളയുണ്ടാവും, പിന്നെ കാറും ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇതും ഉണ്ടാവും, ആണും പെണ്ണും എല്ലാവരും ഉണ്ടാവും, എല്ലാ തിന്മകളും ഉത്സവത്തിൽ. ഇത് നസാറാക്കളുടെ വലിയൊരു സിസ്റ്റം. ഓരെല്ലാ കാര്യവും ഉത്സവിക്കും, ഒരു ഉത്സവത്തിന്റെ സ്വന്തം ആൾക്കാരാണ്. കാരണം ഓർക്ക് ഉത്സവം ഉണ്ടെങ്കിലേ ഓല എല്ലാ കുരുത്തക്കെടുകളും നടക്കുള്ളൂ. ഓരാണ് അതിൻ്റെ ആൾക്കാർ. ഓരേന്ന് നമ്മൾ കണ്ടെടുത്താന്ന് മാത്രം, നമ്മൾ ഓരമായി ആയിപ്പോയി. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ആയിരുന്നില്ല, നിങ്ങളും അങ്ങനെ ആവരുത്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോട് പറയാണ്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്തതിന്റെ അർത്ഥം എന്താ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറയുവായി, മദ്രസ നിങ്ങൾ പഠിച്ചില്ലേ? എന്താ അർത്ഥം? എന്താണ് ബൈ ഫാത്തിഹല്ലത്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താ ഇതിന്റെ അർത്ഥം? കോപിക്കപ്പെട്ടവരുടെയും ആരെ ഈ ആൾക്കാര്? കേൾട്ടൺ AK 8665 ഷിഫ്റ്റ് കാർ ഒന്ന് മാറ്റി കൊടുത്തേ. കഴിയുന്നിടത്തോളം നമ്മളെ വണ്ടികൾ ഭയങ്കര ശ്രദ്ധിച്ച് വെക്കണം. കലക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ കലക്ടറെ മറ്റേ വണ്ടിയൊക്കെ പോകുമ്പോൾ കുത്തുപോയി കൊടുക്കുമ്പോൾ ബ്ലോക്കായി. ഇനി പിന്നെ അവസാനം അതിന് വേറെ നിയമം നടപടിയൊക്കെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് പണിയും കിട്ടും. അതുകൊണ്ട് അവനാൻ്റെ വണ്ടി ആണെങ്കിൽ കുറച്ചാടൊക്കെ വെച്ച് നടന്ന് വന്നാൽ മതി. വണ്ടികൾ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്, വഴി തടസ്സം ഉണ്ടാക്കരുത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവരും വഴിവെച്ചവരുടെയും മാർഗത്തിൽ ഞങ്ങളെ
ആക്കരുത്. ആരാ ഈ ആൾക്കാർ? അൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസറാണികളും ഓരോ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കരുത് എന്ന് പറയാൻ എല്ലാ വക്ത് നിസ്കാരത്തിലും പറയുന്നുണ്ട്. ദിവസം നിർബന്ധമായിട്ട് 17 പ്രാവശ്യം പറയണം. പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ പറയണം, പക്ഷേ യവന്മാരെ കൂട്ടത്തിൽ ഞങ്ങളാക്കരുത്, യവന്മാരെ കൂട്ടത്തിൽ ഞങ്ങളാക്കരുത്. നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ്. അർത്ഥങ്ങാനും അറിയണേ നമ്മൾ ആലോചിച്ചിട്ടേ പറയുള്ളൂ. ഓരോ കൂട്ടത്തിൽ ആക്കണ്ടെന്ന് ഇപ്പം അങ്ങനെ പറയണോന്നൊക്കെ ആലോചിക്കും നമ്മൾ. കാരണം നമുക്ക് പോലില്ലാതെ കഴിയില്ല. ഉത്സവങ്ങൾ നമ്മളിലേക്ക് കണ്ടെടുത്തു. നസറാണികളെ പോലെ എല്ലാം ഉത്സവമാക്കി. മോൻ ജനിച്ചാൽ ബർത്ത്ഡേ കേക്ക് മുറിച്ചല് ഓല് കൊണ്ടുവന്നു, നമ്മൾ നടപ്പിലാക്കി. മാഷാ അല്ലാഹ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി. പിന്നെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ എല്ലാം എന്താ ആവാത്തത്. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയത്, കൊണ്ടുവരല്, പ്രസവിക്കല്, ഫുള്ള് ആഘോഷാക്കി. എല്ലാം ആഘോഷങ്ങളാക്കി. മുസ്ലിമീങ്ങളായി നമ്മൾ ആഘോഷാക്കി. കല്യാണങ്ങൾ ആഘോഷാക്കി, സൽക്കാർ ആഘോഷങ്ങളാക്കി, എല്ലാ ആഘോഷങ്ങളാക്കി. വെറുതെ ആൾക്കാർ പറയും ചെയ്യും, ചെറുപ്പക്കാരെ കുറ്റം പറയും ചെയ്യും. പേരിനോടൊക്കെ ആഘോഷാക്കലാരാ? ചെറുപ്പക്കാരാ ആണോ ഭായി? മാർക്കല്യാണം കഴിക്കല് ആഘോഷം, എന്തൊക്കെ ആഘോഷം ഒക്കെ ആഘോഷാക്കുന്ന ആൾക്കാർ വയസ്സന്മാരാണ്. വയസ്സന്മാരും സ്ത്രീകളും. ചെറുപ്പക്കാർ സത്യത്തിൽ നിന്ന് ഒഴിവാണ്. വെറുതെ ആൾക്കാർ ചെറുപ്പക്കാരെ നെഞ്ചത്ത് കയറാണ്. ഇപ്പം എല്ലാത്തിനും കയറാൻ പറ്റിയ ആൾക്കാർ ചെറുപ്പക്കാരാണല്ലോ. വയസ്സന്മാരും സ്ത്രീകളുമാണ് അതിൻ്റെ ആൾക്കാർ. നിർവാഹമില്ലാതെ ചെറുപ്പക്കാർ കൊടുക്കണം. കാരണം ചെറുപ്പക്കാർക്ക് ഫുള്ള് കാശിൻ്റെ ചെലവാണ്. ഒരു പ്രസവമായിട്ട് നടന്നു തുടങ്ങിയാൽ ഓന് ഒരു കല്യാണം കഴിഞ്ഞ ഒരു 3 കൊല്ലമൊക്കെ അതിൻ്റെ എല്ലാ പരിപാടിയും കൊടുക്കും. അങ്ങനെ അത് അങ്ങോട്ട് പോലും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇതൊക്കെ ഫുള്ള് ആഘോഷങ്ങളാക്കി നസ്രാണികൾ അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെ ഈ സമുദായം നശിക്കണം. എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ കൂടാൻ തുടങ്ങി. കാരണം നമുക്ക് നമ്മളെ പരിപാടി തന്നെയാണ് തിന്നോണം, കുടിച്ചോണം, ഉറങ്ങിയോണം. മനസ്സിലായില്ലേ? തിന്നോണം, കുടിച്ചോണം, ഉറങ്ങിയോണം ഒക്കെ ആയിട്ട് കുറേ ഓണങ്ങളുണ്ട് നമുക്ക്. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ മുടങ്ങാതെ കൊണ്ടെടുക്കാൻ. സാർമാർ സ്ലൈമാർ അല്ലാഹു സുബ്ഹാനഹു തആല ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ കാര്യമാണ്. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ കാര്യമാണ്. അതുകൊണ്ട് മുഹറം മാസം യഹൂദികൾ നോമ്പൊറ്റപ്പം നബിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞു, അഹക്കു, നിങ്ങളെക്കാൾ ഏറ്റവും അഹക്കായ ആൾ ഞാനാണ് മൂസ അലൈഹിസ്സലാമിനോട്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പൊൽക്കും. എത്ര നോൽക്കും പോയി? 9, 10 നോൽക്കും, അല്ലെങ്കിൽ 10, 11 നോൽക്കും. നമ്മൾ വിടൂല, നമ്മൾ നോൽക്കും. പക്ഷെ നിങ്ങളുമായി നമ്മൾ നോൽക്കൂല. യഹൂദികൾ താടി വെക്കും, മീശയും വെക്കും. നബിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞു, നമ്മൾ താടി വെക്കും, മീശ വെട്ടെന്ന് പറഞ്ഞു. നമ്മൾ മീശ വെട്ടു പറഞ്ഞു. നമ്മൾ പറഞ്ഞു താടി നമ്മൾ വെട്ടും, മീശ നമ്മൾ വെക്കു പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞാൽ, ആ പ്രവൃത്തി കൊണ്ട് നമ്മൾ പറയാണ് ഞാൻ ഒരു ചെറിയൊരു കുട്ടി യഹൂദിയാണ്. മനസ്സിലായില്ലേ? കുട്ടി യഹൂദി. ചെറുതായിട്ടൊക്കെ അങ്ങനെ ഓലി അങ്ങനൊന്നും ഒഴിവാക്കാനൊന്നും പറ്റൂല. ഓല ഒരു കിതാബല്ലേ, മൂസാ നബിന്റെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി എന്നെ ഇങ്ങോട്ട് വന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ പിൻപറ്റാതെ മൂസാ നബിക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റില്ല. ഇതൊക്കെ നബിതങ്ങൾ സാധാരണ ഇത്ര കടുപ്പത്ത് പറഞ്ഞ ഇതിനാണ്. കൗമ് പല കൊലത്തിലും വരും. അതുകൊണ്ട് പറഞ്ഞു, മൂസ അലൈഹിസ്സലാം ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശരി, ഭൂമിക്ക് വരികയാണെങ്കിൽ ശരി, ശരിയത്തെ മുഹമ്മദി അല്ലാതെ മൂസാ നബിക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ശരീഅത്തനുസരിച്ച് ജീവിക്കും. ഈ ശരീഅത്തിന്റെ പവർ ചില്ലറല്ല. ഈ ശരീഅത്തോട് കൂടി മുഴുവൻ ശരീഅത്തുകളെയും അസ്ഥാനത്താക്കപ്പെട്ടു. പിന്നെ നിങ്ങൾ എങ്ങനെ അതിന്റെ കൂട്ടത്തിൽ കൂടുക? അതുകൊണ്ട് മുഹറം 10 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ കബൂലാക്കിയത് മുഹറം 10 അന്നാണ്. ഹവ്വ ബീവിയും ആദം അലൈഹി സ്വലാമും അറഫയും സന്ധിച്ചത് മുഹറം 10 അന്നാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചത് മുഹറം 10 അന്നാണ്. ഇങ്ങനെ ഒരുപാട് വാക്യം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങിയിരുന്നു. അത് ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10 അന്നാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ സാക്ഷിയായത് മുഹറം 10 മുഹറം അതൊരു വലിയ സംഭവമാണ്. ഇസ്ലാമിന്റെ താരീഖ്
അതുകൊണ്ട് ഇസ്ലാമിന്റെ താരീഖിന്റെ തുടക്ക വർഷം തന്നെ മുഹറമായി. അതുകൊണ്ട് മുഹറം ഏറ്റവും ആളുകൾ മുഹറമത്തിന്റെ പ്രത്യേകത കർബലാണെന്ന് വിചാരിച്ചിരിക്കാൻ. കർബല നിബിധന ശാസനങ്ങൾക്ക് ശേഷം വന്നതാണ്, ഇതൊക്കെ ഇതിന് മുമ്പുണ്ടായതാണ്. അതുകൊണ്ട് മുഹറം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ കല്യാണം കഴിക്കാൻ പാടില്ല, സൽക്കാരം പാടില്ല, വീട് കുടിരിക്കൽ പാടില്ല, പുതിയ തുണി പാടിക്കാൻ പാടില്ല, വണ്ടി വാങ്ങാൻ പാടില്ല, സ്ഥലം വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. പിന്നെ ഇറച്ചിക്ക് ഒരു ഉസൂലുമില്ല. ഇറച്ചി പോത്തിനെ അറക്കാൻ പാടില്ല, പോത്തിനെ തിന്നാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഉസൂലൊന്നുമില്ല. അവനാന ആവശ്യമുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ. ഏറ്റവും നല്ല ദിവസത്തിൽ ഇതൊന്നും പറ്റൂല, ഏറ്റവും നല്ല ദിവസത്തിൽ ഇത് പറ്റൂല. ഇത് നഹ്സാക്കി, അല്ലെങ്കിൽ ഇത് പറ്റാത്തതാക്കി. ഷിയായിസത്തിന്റെ ഭാഗമാണിത്. ഈ സമുദായത്തിൽ ഷിയ കയറി. ഇപ്പൊക്കെ ഉലമാക്കൊക്കെ, ഇപ്പൊ ഉള്ള ആളുകൾക്കൊക്കെ, ചെറുപ്പക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിന് ഇത് ഷിയായിസം കയറിയതാണ്. ഇസ്ലാമിനോട് ബദലായി വന്ന സാധനമാണ് ഷിയായിസം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഷിയാന്നങ്ങനെ പറഞ്ഞെടുക്കാൻ, ഷിയായിസം വളരെ ശക്തമായ നിലയിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നൊരു സാധനമാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നൊരു സാധനമാണ്. യഹൂദികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. യഹൂദികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിൽ നസാറാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ത്രിയേകത്വം ഉണ്ടാക്കിയത് ഒരു ജൂതനാണ്. ത്രിയേകത്വത്തിന്റെ കെണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പതുക്കെ ഒരു ചങ്ങായിനെ കൊണ്ടുവന്നിട്ട് അവസാനം ആ നസ്രാണികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത് ജൂതന്റെ തന്ത്രമായിരുന്നു. ഇതേ തന്ത്രമാണ്, ഇതേ സാധനമാണ് ഷിയായിസവും കൊണ്ടുവന്നത്. ജൂതന് നേരിട്ട് വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിനൊരു ഡൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് കയറ്റി, ഇസ്ലാമിന്റെ അതേപോലെ ഉണ്ടാക്കി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇസ്ലാം, നമ്മൾ മുസ്ലിമീങ്ങളെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. ശക്തമായ വലിയ വലിയ സംഭവ വികാസങ്ങളുടെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ. ഷിയായിസം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഷിയായിസം, കാദ്യാനിസം അതൊക്കെ ഇസ്ലാമിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചെട്ടി തരാൻ, അതിന്റെ ഇസ്ലാമിനോട് ഒട്ടിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഈ ഇസ്ലാമിനെങ്ങനെ അതിനെ നശിപ്പിക്കാനുള്ള പരിപാടികൾ അതിനോട് ചേർന്ന് നിന്ന് ചെയ്യാം. വേറെ ആർക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അതിന്റെ കെയർ ഓഫ് വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യാം. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ പുറത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൻ്റെ ഉള്ളിൽ ആരെയും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. തങ്ങൾ റൂമിലാണ് ഉള്ളത്, ഇങ്ങോട്ട് ആരും പറഞ്ഞേക്കരുത് പറഞ്ഞു, കാരണം മലക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അങ്ങനെ നിന്നു, ആരും അകത്തേക്ക് വിടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി വന്നു. അകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തടഞ്ഞു പിടിച്ചു. ഭയങ്കര കരച്ചിൽ, പുട്ടിത്തം വിട്ട കരച്ചിൽ കണ്ടപ്പോൾ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടു. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തമായ കരച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവസ്ഥ നോക്കാതെ വാതിൽ തുറന്നു നോക്കിയപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുസൈൻ അങ്ങനെ കൂട്ടിപ്പിടിച്ച് തങ്ങളെ നെഞ്ഞിൽ ചേർത്ത് വെച്ചിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ, കുലുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കാൻ. ശക്തമായ കരച്ചിൽ. ഈ കുട്ടിന്റെ നെഞ്ഞത്ത് 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. തങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ. അവസാനം തങ്ങളുടെ കരച്ചിലിന് അല്പം ശമനം വന്നപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഹുസൈനെ കൂട്ടിപ്പിടിച്ച് കരഞ്ഞത് എന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഹുസൈൻ ഷഹീദാവാനുള്ള കുട്ടിയാണ് എന്ന് എന്നോട് മലക്ക് പറഞ്ഞു എന്ന്. ഈ ഹുസൈൻ ഷഹീദാവാനുള്ള കുട്ടിയാണ്. ഹുസൈന്റെ ഷഹാദത്തിന്റെ വാർത്ത എനിക്ക് അറിയിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞു മുആവിയ വന്നു. മുആവിയയുടെ മകൻ യസീദ് വന്നു. യസീദോട് കൂടി അക്രമപരമായ ഭരണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി.
ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠൻ വിഷം നൽകപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം കൂഫയുടെ ഭാഗത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്, യസീദിന്റെ ഗവർണർ, അധികാരമേറ്റു. ആളുകൾ മുഴുവൻ കൂഫയിന്ന് ഹസ്രത്ത് അലി റളിയല്ലാഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതാൻ തുടങ്ങി. ഞങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയതാണ്, ഹസന് മരണത്തിന്റെ കാരണം, ഞങ്ങളെ തെറ്റിന്ന് തൗബ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് ആവശ്യമാണ്, ഇവിടെ ഇബ്നു സിയാദിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണം. യസീദിന്റെയും ഇബ്നു സിയാദിന്റെയും അക്രമങ്ങൾക്ക് അധീനതയിലാണ് മുസ്ലിം സമൂഹം ഉള്ളത്, അതുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തണം, അഹ്ലുൽ ബൈത്തിലായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതാൻ തുടങ്ങി. ഡെയിലി 50-100 കത്ത് വരാൻ തുടങ്ങി. ആൾക്കാരെല്ലാവരും കത്തെഴുതുക, അവരെ പേര് ചെയ്തോ ഒപ്പിടുക, കത്തയച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ. പക്ഷെ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ മുമ്പ് ഹുസൈൻ ആകുന്ന അനുജനോട് പറഞ്ഞിരുന്നു, ഹുസൈനെ, ഒരിക്കലും നീ കൂഫയിലേക്ക് വരരുത്, ഇവിടുത്തെ ജനങ്ങൾ നിന്നെ ചതിക്കും, അതുകൊണ്ട് ഇവിടേക്ക് വരരുത് എന്ന് അനുജനോട് ഹസൻ റളിയല്ലാഹു അൻഹു, ഞാൻ അവർ തന്ന വിഷത്തിന്റെ കടുപ്പം കൊണ്ടാണ് എനിക്ക് മരണം സംഭവിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ നീ ഒരിക്കലും വരരുത് എന്ന് പോലും പറഞ്ഞിരുന്നു. പക്ഷെ നിരന്തരമായുള്ള അഭ്യർത്ഥന മൂലം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണം, അക്രമകാരികളിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ നുബൂവത്തിന്റെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ, അതുകൊണ്ട് ജനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തണം എന്ന ചിന്തന്റെ പേരിൽ നിരന്തരമായി വന്ന അപേക്ഷയെ മാനിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. മക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളെ കൂട്ടി കുഫയിലേക്ക് പോയി. പോകുന്ന വഴിയിലുള്ള സ്ഥലമായിരുന്നു കർബല. ഇബ്നു സിയാദിന് മനസ്സിലായി ഹുസൈൻ വരുന്നുണ്ട്. ഹുസൈൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണ്. ജനങ്ങൾ ഹുസൈനിലേക്ക് കൊട്ടാൻ തുടങ്ങും. അങ്ങനെ ഹുസൈൻ ഒരു ശക്തമായ പോരാട്ടം നടത്തും. അങ്ങനെ ഭരണകൂടത്തിന് അത് പ്രയാസമാകുന്ന കണ്ടപ്പം ഇബ്നു സിയാദ് മഹാതമ്മാടിയായിരുന്നു. ഇബ്നു സിയാദ് മുഴുവൻ ആൾക്കാരെ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടി, വലിയ മസ്ജിദിൽ. എന്നിട്ട് ഇബ്നു സിയാദ് അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഹുസൈന് കത്തെഴുതിയിട്ട് ചില ആളുകളുടെ തല അവരുടെ ഉടലിന് വഹിക്കാൻ ഭാരം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇബ്നു സിയാദിന്റെ ശൈലി അതായിരുന്നു. ചില ആളുകളുടെ തലക്ക് അവരുടെ ശരീരത്തിന് ഭാരം കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് താഴെ ഇറക്കി വെക്കുക എന്നുള്ള ചുമതല അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാരും ഞാൻ വധിക്കാൻ പോവാണ്. അതുകൊണ്ട് ഹുസൈന് കത്തെഴുതിയവർ, ഹുസൈനെ വിളിക്കുന്നവർ, അവർ ആരെങ്കിലും ഇനി ഹുസൈനു വേണ്ടിയിട്ട് അനുകൂലമായി നിൽക്കുന്നവർ, അവരെ തല അവരുടെ ശരീരത്തിന് ഭാരമാണ്, അത് ഞാൻ താഴ്ത്തെടുത്ത് വെക്കുന്നത്. മൊത്തം ആൾക്കാർ നിശബ്ദരായി. കത്തെഴുതിയ ആൾക്കാരുടെ എല്ലാവരും ആലോചിക്കാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തരോട് ചോദിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഹുസൈന് അനുകൂലമായി സംസാരിച്ചാൽ നിരുപാധികം മസ്ജിദിന്റെ പുറത്ത് അവരുടെ തല വെട്ടപ്പെട്ട് അങ്ങനെ ജഡങ്ങൾ അത് കുന്നുകൂടി. അത് കണ്ടിട്ട് ആളുകൾ വീണ്ടും ഇബ്നു സിയാദിന്റെ കൂട്ടത്തേക്ക് കൂടി. ആരോ മസ്ജിദിൽ നിന്ന് ചരൽക്കല്ല് വാരി ഇബ്നു സിയാദിനെ എറിഞ്ഞു. ഇബ്നു സിയാദ് വാതിലുകൾ അടക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ചരൽക്കല്ലുകൾ എറിഞ്ഞ ആളാരാണ്? ഹുസൈനോട് ആരെങ്കിലും ഒരല്പമായി മാന്യമായി പെരുമാറുകയോ ഹുസൈനെ ഇഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അവനെ കൊല ചെയ്യുമെന്ന് പറഞ്ഞു. ഒറ്റക്ക് ഓരോരുത്തരെ വിളിച്ചു. ആരും ഹുസൈന്റെ കൂടെ ഇല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഇബ്നു സിയാദ് പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം, അദ്ദേഹത്തിന്റെ കുടുംബവും സൈന്യസമേതം വരുന്നുണ്ട്, കർബലയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മസ്ജിദിലുള്ള ആൾക്കാർ നിങ്ങൾ പോയി ഹുസൈനെ നേരിട്ടിട്ട് കൊണ്ടുവരണം, ഹുസൈനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വരാൻ വേണ്ടി കത്തെഴുതിയ ആ സംഘം ആൾക്കാരെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ എതിരിലേക്ക് ഇബ്നു സിയാദ് അയച്ചു. അങ്ങനെ അവർ പോയി കർബലയിൽ ചെന്നു. ഹുസൈൻ റളിയല്ലാഹുവിനോട് സംസാരിച്ചു. അവർ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചു, ഞങ്ങൾ ഈ കത്തെഴുതിയിരുന്നു,
ഹുസൈൻ റളിയല്ലാഹു ചോദിച്ചു, കത്തീതങ്ങളല്ലേ, നിങ്ങളൊപ്പാണല്ലോ ഇതുള്ളത്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ ഇബ്നു സിയാദിന്റെ മുന്നിൽ കീഴടങ്ങണം, അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കണം, കീഴടങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാണ്, ഞാൻ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്, നിന്യനായി മരിക്കാൻ ഞാനില്ല. ഒന്നുകിൽ എന്നെ നിങ്ങൾ വീണ്ടും മക്കയിലേക്ക് മടങ്ങിപ്പോവാൻ അനുവദിക്കും, അല്ലെങ്കിൽ യസീദുമായി സംസാരിക്കാൻ എന്നെ അനുവദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്ര തീരത്ത് മുസ്ലിമീങ്ങൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഏതെങ്കിലും സൈന്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ആ കൂട്ടത്തിലേക്ക് ആക്കി ഞാൻ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്തിട്ട് ആ വഴി ഞാൻ മരിക്കാം. അല്ലാതെ ഇബ്നു സിയാദുമായില്ല ഒരു സന്ധി സംഭാഷണത്തിനും അവന്റെ കീഴിൽ നിന്യനായി പോകാൻ ഞാൻ ആളല്ല എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവർ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ യുദ്ധം നടന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു തല സഞ്ചിയിലാക്കി ഇബ്നു സിയാദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാഹ്യമായ ശരീരത്തിന് അവിടെ മുറിവേൽപ്പിക്കപ്പെട്ടു. കുതിരകളും ഒട്ടകങ്ങളൊക്കെ അതിന്റെ മേലിലൂടെ പോകുന്ന നിലയിൽ ഇബ്നു സിയാദ് ഒരു കുന്തത്തിന്റെ മുകൾ കുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട കുറെ കുട്ടികളെ, ചെറിയ ചെറിയ മക്കളെ വരെ കൊല ചെയ്യപ്പെട്ടു. കിരാതമായ കൊല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചുണ്ടിനടിച്ചു. തല കൊണ്ടായപ്പം അതിന്റെ ചുണ്ടിന് കൊട്ടി. ഇബ്നു സിയാദ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്രമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ചുണ്ട് ഈ ചുണ്ടിനോട് മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടം എവിടെയാണെന്ന് പോലും അറിയാത്ത നിലയിൽ കുഴിച്ചു മൂടപ്പെട്ടു രാത്രി. സാധാരണ ഇസ്ലാമിന്റെ താരീഖ് എന്തെല്ലാം കയ്പ് നേരുകൾ കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വന്നത് അവസാനം അത് ടെക്നിക്കാക്കി. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ ആൾ അലി റളിയല്ലാഹു അൻഹുവായി. ചില ടീം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും ഫാത്തിമയും ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും അങ്ങനെ 5 ആൾക്കാരാക്കി. ബാക്കിയുള്ള സഹാബാക്കളും എല്ലാവരും നരകവാസികളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അവസ്ഥകൾ ഉണ്ടാക്കി ഇസ്ലാമിനെ വികൃതമാക്കാനുള്ള പരിശ്രമം ചെയ്തു. ആ കുടുംബത്തിനോട് ആ നിലയിൽ പെരുമാറി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിനോട്. അവിടെ സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഇസ്ലാമിന്റെ താരീഖ് വായിച്ചാൽ ഇന്ന് നടമാടപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇസ്ലാമിന് പുത്തരിയല്ല. അവര് വിചാരിച്ചത് ഇസ്ലാം അതോടുകൂടി തീർന്ന് നാമാവശേഷമായി പോയി. പക്ഷേ ഇസ്ലാം വീണ്ടും ശക്തി ആർജിച്ചു. ഇസ്ലാമിനെ നശിപ്പിക്കുക അത് സാധിക്കൂല സാധനം. അത് ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ എൻഡ് മുട്ടും. മിൻ ആദം അലൈഹി ഇസ്ലാം എന്ന് വന്നതാണ് ഇസ്ലാം. അവിടുന്ന് വരികയാണ്. അല്ലാണ്ട് 1400 ചില്ലാനും കൊല്ലം പഴക്കല്ല ഇസ്ലാമിനുള്ളത്. ഇസ്ലാം ആദം അലൈഹി ഇസ്ലാം മുതൽ വരികയാണ്. ഇത് ഖിയാമത്ത് നാളിലേക്ക് വരെ മുട്ടും. അതിനിടയിൽ ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഈ സമുദായത്തിന് ഒട്ടേറെ കയ്പിനീരുകളും പ്രയാസങ്ങളും കുടിക്കാനുണ്ട്. അക്രമിക്ക് മുമ്പിൽ ഒരിക്കലും തലകൊനിക്കൂല. സുജൂദ് ഒരിക്കലും ഒഴിവാക്കൂല. ഒരിക്കലും സുജൂദിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. സഹോദരന്മാരെ, മുഹറം എന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരു കുറഞ്ഞ ദിവസത്തേക്കുള്ള പരിപാടിയല്ല. മുഹറം ഇസ്ലാമിന്റെ താരീഖാണ്. ഷിയാക്കൾ മുഹറത്തിനും അമിതമായ പ്രാധാന്യം കൊടുത്ത് ഇതിന്റെ 10 ദിവസത്തിൽ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവരുടെ കമ്പനികൾ മുഴുവൻ ഒഴിവായിരിക്കും. ഷിയാക്കളുടെ കമ്പനികൾ മുഴുവൻ ഈ 10 ദിവസം ഒഴിവായിരിക്കും. ഓരിങ്ങനെ അതിന്റെ ദുഃഖം പോലെ സന്തോഷിക്കും. ദുഃഖം പോലെ സന്തോഷിക്കാം. ശരീരത്തിന് രക്തമൊക്കെ അടിച്ച് പൊട്ടിച്ച് അവിടെ സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ
ഓരോരോ ദീനിൽ ഉറച്ചു നിൽക്കണം. ഏതവസ്ഥയിലും നമുക്ക് നമ്മുടെ ദീനാണ് വലുതെന്ന് മനസ്സിലാക്കണം. സാഹചര്യങ്ങളെയും അവസ്ഥകളെയും അതിനനുസരിച്ച് കോലം കെട്ടേണ്ടതല്ല മുസ്ലിം. ഈമാൻ അതിൻ്റെ പേരല്ല. ഈ ദീൻ ഈ നിലയിൽ കുടുംബ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ അറിയും. തങ്ങൾക്ക് വഹി നൽകപ്പെട്ടു, തങ്ങൾക്ക് അറിയിക്കപ്പെട്ടു. പക്ഷെ അതൊന്നും ഇസ്ലാമിനെ ഒന്നുമല്ല. ഇസ്ലാം വീണ്ടും അതിജയിച്ചു. അതുകൊണ്ട് ഇസ്ലാമിന് ആവശ്യമുള്ള സാധനം ഖുർബാനിയാണ്, ത്യാഗമാണ്. ആര് ത്യാഗം ചെയ്യോ ഓരല്ലാഹു അവൻ്റെ ദീനിന് വേണ്ടി കബൂലാക്കും. സ്വർഗം സൗന്ദര്യമുള്ളതാണ്. സ്വർഗം ഭയങ്കര സൗന്ദര്യമുള്ളതാണ്, ഭയങ്കര ഭംഗിയുള്ളതാണ്. പക്ഷെ സ്വർഗത്തിൻ്റെ വലിയ അലങ്കാരം ഹസൻ ഹുസൈൻ ആണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അലങ്കാരം ഒരു സ്വർഗത്തിൻ്റെ അലങ്കാരം. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹസനും ഹുസൈനും ആ സ്വർഗത്തിന്റെ നേതാക്കന്മാരാണ്. സ്വർഗം ഇവർക്ക് അലങ്കാരമല്ല, ഇവർ സ്വർഗത്തിന് അലങ്കാരമാണ്. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തവർ, അവരുടെ ത്യാഗത്തെ അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. അതുകൊണ്ട് ഇസ്ലാമിൽ താരീഖ് വായിക്കും, ഇസ്ലാമിന്റെ താരീഖ് വായിക്കും. ഒരു ബേജാറും ആവേണ്ട ആവശ്യമില്ല. ഹർ കർബല കെ ബാദ് ഇസ്ലാം ജിന്ദാ ഹോഗ. കർബലകൾ ഉണ്ടാവുമ്പോൾ ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ജീവിക്കുമെന്ന് കവി പറഞ്ഞു. കർബലകൾ ഉണ്ടാകുന്നതിന് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കർബലകൾ ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ വളർച്ചക്കാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ അങ്ങനെ നശിപ്പിച്ച് കളയാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇസ്ലാമിന്റെ ഈ വെളിച്ചം, ഈ പ്രകാശം ഈമാനിനെ നശിപ്പിക്കാൻ കഴിയില്ല. സാധന്മാര് ശരീരത്തിനെ നശിപ്പിക്കാൻ കഴിയും, ഈമാനിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ പതറാത്ത ഈമാൻ ഉണ്ടാവണം. ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ പറ്റണേ. ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയും നസ്രാണിയുമല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് ഒരിക്കലും ജൂത നസാറാക്കളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു ചര്യയുമായി നമുക്കൊരു ബന്ധമില്ല. ആ നിലയിലുണ്ടാവണം. പക്ഷെ ഭയങ്കര ഉള്ളിൽ കടന്നിട്ടുള്ള ശത്രുത ആണ് ഷിയായിസവും ഖാദ്യാനിസവും ഒക്കെ ചെയ്യുന്നത്. ഇസ്ലാമിനോട് ഭയങ്കര കുൽമാനുണ്ടാക്കി, അതിൽ പല കോലങ്ങൾ ഉണ്ടാക്കാം, എന്തും പറയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞിട്ടാ മതി. എന്നിട്ട് കുറെ ആൾക്കാർ അതിനെ ചർച്ചാക്കി അതിനെ കൊണ്ടുവന്ന് എവിടോ കടന്ന ഒരു പെണ്ണൊക്കെ ലോകത്ത് വലിയ ആളായി. മുണ്ടാതെന്നാ മതി. ഈ നാട്ടിൽ എത്ര ആളുകൾ കുരക്കുണ്ട്, അതൊക്കെ ആൾക്കാർ പ്രശ്നമാക്കുണ്ടോ? ആരാ പോണോ പോവുക എന്നല്ലാതെ റോഡ് സൈഡുകളിൽ നിന്ന് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ. നമ്മളെ പണിക്ക് പോവാന്ന് വിചാരിക്കുന്നതിന് പകരം ഓരോക്കും മറുപടി പറയാൻ, മോനെ മറുപടി പറയാൻ അങ്ങനെ അഡ്രസ്സുള്ളവർക്കല്ലേ പോയി മറുപടി പറയണ്ടേ. എന്തെങ്കിലും ഒരു പ്രമാണങ്ങളോ വ്യക്തി ജീവിതത്തിലെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉള്ളവർക്കല്ലേ മറുപടിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഓരോന്നിനും ഇസ്ലാമിക്ക് ഇങ്ങനെ കയറ്റിവിടും. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ സമയവും അധ്വാനവും ബുദ്ധിയും അതിൻ്റെ ബാക്കിലിടും. ആകെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഖാദ്യാനിസം, ജൂത, അതേപോലെ ഷിയായിസം, ചേകനൂറിസം, അങ്ങനെ കുറെ ഇസങ്ങൾ ഇസ്ലാമിക്ക് ഇങ്ങനെ കയറി വന്നു. ഇനിയും വരൂലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, പലതും വരാനുണ്ട്. കാരണം ഇസ്ലാം ബുദ്ധിന്റെ ദീനല്ല, ഇസ്ലാം വഹീന്റെ ദീനാണ്. നമ്മൾ മനസ്സിലാക്കണം. കുറെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ കുറെ തത്വങ്ങളും കുറെ ഫിലോസഫികളും കുറെ സിസ്റ്റങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമ്മളും അതിന്റെ ആൾക്കാരാവും. അങ്ങനെ ഓരോ ചങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. ഒരു ഇസ്ലാമിനെ അങ്ങനെ ആക്കുക, ഇസ്ലാമിനെ എങ്ങനെ ആക്കുക. ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം വഹീന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇസ്ലാമിന് ആദ്യം വേണ്ടത് അനുസരണയാണ്. അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ഓൻ എവിടെ എത്തുമെന്ന് ഓൻക്കറിയില്ല. ഓന് നാലാളെ കയ്യടി, ലൈക്ക്, എന്തൊക്കെ സാധനങ്ങളെ ആ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഓൻ ഭയങ്കര ആരാവും. ഓനെന്തൊക്കെയോ പറയും ദീനിൽ. കാരണം ഓന് ദീനിൽ എന്തും പറയാം, കാരണം ഓന് ദീൻ തന്നെ ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ദീനിനെ നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ ഈ കാലത്തല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ അവന്റെ ജീവിതം അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ആക്കി തീർക്കുക, അതാണ് അവന്റെ പരിപാടി.
നമ്മളൊരു അത് സുന്നത്തല്ലേ ഉള്ളൂ, അത് ഇതല്ലേ ഉള്ളൂ അറിയാം. നമ്മൾ ഓരോന്നോരോന്ന് ഒഴിവാക്കാൻ തുടങ്ങി. അവസാനം നമ്മളെ കണ്ടാലും ജൂതനെ കണ്ടാലും നസ്രാണിയെ കണ്ടാലും അതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്ക് ഇതിങ്ങനെ കയറൽ എളുപ്പമായത്. ബാക്കിയുള്ള ആൾക്ക് ഇതിന്റെ കൂടെ കയറൽ എളുപ്പമായി. ഇതിനുള്ളിൽ കയറിയിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പല പല സംഗതികളും ഹദീസുകളെ കളവാക്കാൻ തുടങ്ങി. ഹദീസുകളെ കളവാക്കുക, സഹാബാക്കളെ മോശം പറയാ, അങ്ങനത്തെ ആൾക്കാരെയും കൊണ്ട് നടക്കുക നമ്മള്. അതൊക്കെ ഒരു ശബ്ദം പോട്ടെ. അതുകൊണ്ടൊന്നും ദീനിയായി ജീവിക്കണ ഒരു മനുഷ്യന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദീനിന്റെ പുറത്തിക്കണോ, പിന്നെ പുറത്തന്നെ അല്ല ഉള്ളത്. പേരുകൊണ്ടോ ഉള്ളിലാണെങ്കിലും ആളും പ്രവൃത്തി കൊണ്ടോനെ അവിടെ ഉള്ളത്. ആളുകൾ പേരുകൊണ്ട് മാത്രമേ മുർത്തത്താവാത്തതുള്ളൂ. കർമ്മങ്ങളെ കൊണ്ടും വിശ്വാസങ്ങളെ കൊണ്ടും ഒരുപാട് ആൾക്കാർ മുർത്തത്തായി കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ വാപ്പ മുസ്ലിമാണ്, പള്ളി സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓ എന്നോ മുർത്തത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലഞ്ഞാൽ അവന്റെ പോക്ക് ഒഴുക്ക് ഓൻ ഇർത്തിദാദിലേക്കാണ്. അങ്ങനെ കുറേശ്ശെ മുർത്തതായി ഓനെ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായിട്ട് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചത്. നമുക്ക് നമ്മുടേതായ ചില ചിട്ടകളുണ്ട്, മറ്റുള്ള സമുദായങ്ങളോട് നമുക്ക് ബന്ധങ്ങളുണ്ട്, മനുഷ്യ സൗഹാർദ്ദമുണ്ട്, മനുഷ്യ ബന്ധങ്ങളുണ്ട്. അവർക്ക് ഉപകാരം ചെയ്യണം, അവരെ പ്രയാസപ്പെടുത്തരുത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്നില്ല, ജൂതനായാലും കുഴപ്പമില്ല, നസ്രാണിയായാലും കുഴപ്പമില്ല, ഹിന്ദു ആയാലും കുഴപ്പമില്ല, മുസ്ലിം ആയാലും കുഴപ്പമില്ല, ആരാലും കുഴപ്പമില്ല, അയൽവാസിയാണെങ്കിൽ. പക്ഷേ ആദർശ ചിന്തകളിൽ ഇല്ലല്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ചര്യയിലൂടെ മാത്രമേ പോകും. അതാണ് സത്യത്തിൽ മുഹറം നമ്മളോട് പറഞ്ഞത്. ആദർശത്തിന്റെ മുന്നിൽ എന്ത് സംഭവിച്ചാലും തർക്കമില്ല, മുട്ടുമടക്കണ പരിപാടിയില്ല, അക്രമത്തിന് കൂട്ടില്ല. നമ്മൾ അക്രമത്തിന് കൂട്ടി നിൽക്കുകയില്ല, നമുക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഉറച്ച നിലപാട് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം. അതുകൊണ്ട് മുഹറമിന്റെ ഈ സംഗതികൾ, മുഹറമിൽ കല്യാണം കഴിക്കാം, ഒരു പ്രശ്നമില്ല. മുഹറമിന്റെ 1 മുതലല്ല, മുഹറമിന്റെ എല്ലാ ദിവസവും. ഇസ്ലാമിന് അങ്ങനെ അങ്ങനത്തെ ഒരു ദിവസം ഈ ദിവസം പറ്റൂല എന്നുള്ള പരിപാടിയില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കും, എന്നാ പേരിന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയ ദിവസം ഏതാണെന്ന് ചോദിക്കരുത്. പാവങ്ങളെ അറിയില്ല, കാരണം സ്ത്രീകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. പ്രസവിക്കാൻ പറ്റിയ ദിവസം ഏതാന്ന് ആരും ചോദിക്കലുമില്ല. എന്തുകൊണ്ട്? അത് നമ്മളെ കൈമേലല്ലാത്തോണ്ടാ. ഇല്ലാവും ചോദിച്ചാൽ എന്നാണ് പ്രസവിക്കാൻ പറ്റിയ ദിവസം. അതുകൊണ്ട് പ്രസവം ചൊവ്വാഴ്ച അടുക്കലുണ്ട് അല്ലേ? ഇതിന് കൂട്ടിക്കൊണ്ടല്ലോ ചൊവ്വാഴ്ച പറ്റില്ല, പ്രസവം പറ്റും, കുഴപ്പമില്ല. കാരണം പ്രസവം നമ്മളെ കൺട്രോളിലല്ല ഉള്ളത്. അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, നമുക്ക് മനസ്സിലായില്ല. സുബീസ്കരിക്കാത്തവനി റമദാൻ മാസം ലൈലത്തുൽ ഖദ്ർ 27,000 ഓനെന്താ കാര്യമായി? സുബീസ്കരിക്കാത്തവൻ ഫഖദ് ബരിയ മിൻ ദിമ്മത്തില്ല, ഓൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായവനാണ്. സുബഹി ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മൻ സല്ലൽ ഫജ്ർ വഹുവ ഫീ ദിമ്മത്തില്ല, സുബീസ്കരിച്ചവൻ അള്ളാന്റെ ദിമ്മയിലാണ്, അള്ളാന്റെ ഉത്തരവാദിത്വത്തിലാണുള്ളത്. ആരെങ്കിലും സുബീസ്കരിച്ചില്ലെങ്കിൽ ഓന്റെ ഉത്തരവാദിത്വം, അള്ളാന്റെ ഉത്തരവാദിത്വം ഓൻ ഒഴിവാക്കിയെന്ന ഓന്റെ ഇഷ്ടത്തിന് ജീവിക്കാന്നല്ല, അള്ളാന്റെ കാര്യത്തിലൊന്നും ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല. നന്മയിൽ പണിയെടുക്കുന്ന കാര്യത്തിൽ ആരെന്നെ ഉണ്ടാവും. അപ്പൊ സുബീസ്കരിച്ചില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതേമാതിരി മുഹറം 10 ഇല്ലല്ലോ വൈ, അങ്ങനെ ഇല്ല. മുഹറം 10 എല്ലാ പരിപാടിയും പറ്റും. ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഏത്? ഷിയായിസ് നമ്മളെ ഇടയിൽ അറിയാതെ കയറാൻ, അങ്ങനെ ഒരുപാട് ഷിയായിസും കയറി നമ്മളിങ്ങനെ നടക്കാൻ. അതുകൊണ്ട് നമ്മളെ ദീനിനെ സുരക്ഷിതമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളിലേക്കും സുന്നത്തുകളിലേക്കും മടങ്ങുക. അതുകൊണ്ട് നോമ്പ് നോൽക്കണം. മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കണം. വളരെ പ്രധാനപ്പെട്ട നോമ്പാണിത്. പ്രബലമായ ഹദീസുകളിലുള്ള നോമ്പാണ്. ഇതിന് ചക്കര ചോറുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഉണ്ടാക്കിയോടി നോമ്പ് എന്തായാലും നോക്കാം. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് ചക്കര ചോറുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ,
നോമ്പൊലിക്കുള്ള മരണങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. ശർക്കരക്കും ചോറിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നോമ്പ് എന്തായാലും അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഗഫ്ലത്തേക്ക് പോരുത്. അതുകൊണ്ട് മുഹറത്തിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 9-10 നോൽക്കൂല ഇൻഷാ അല്ലാഹ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോൽക്കും. നമ്മളും നോൽക്കുക. ഇനി 9 എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 11 എന്ത് ചെയ്യാം, നോറ്റു കൊടുക്കുക. 10, 11 അല്ലെങ്കിൽ 9, 10 നോൽക്കൂല ഇൻഷാ അല്ലാഹ്. എല്ലാ ആൾക്കാരും നോൽക്കുക. പള്ളികളിൽ അതിന് ഇഫ്താർ ഉണ്ടാക്കുക. പള്ളികളിൽ എന്തുണ്ടാക്കുക? നിങ്ങൾ പറയാത്ത പള്ളികളിൽ ഫർദ് നോമ്പ് നോൽക്കണമായി തന്നെ റമദാനിലുള്ളത് പോലെ തന്നെ ഇഫ്താർ ഉണ്ടാക്കുക. എന്നിട്ട് ആൾക്കാർ മഗ്‌രിബ് നിസ്കരിച്ചാൽ പിന്നെ ആൾക്കാർ കാണട്ടെ എന്ത്, മാഷാ അല്ലാഹ് നോമ്പായിരുന്നു. അങ്ങനെ ഒരു ആദത്ത് ഉമ്മത്തിൽ ഉണ്ടാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഉമ്മത്ത് നല്ല നോൽക്കലുണ്ട്. നോൽക്കണ നോമ്പ് തന്നെയാണ് മുഹറമിൻ്റെ. എന്നാലും ഞാൻ പറയാം, ഉമ്മത്തിന് പ്രചോദനം ഉണ്ടാവട്ടെ. മസ്ജിദുകളിൽ വരി, അവിടെ എന്തെങ്കിലുമൊക്കെ തർത്തീബുകൾ ഉണ്ടാക്കി അവിടെ നിന്ന് നോമ്പ് തുറക്കി. അത് ഉമ്മത്തിൽ ശീലാവട്ടെ. വരുന്ന ചെറിയ ചെറിയ മക്കൾ കാണട്ടെ. ഞങ്ങളെ കുട്ടിക്കാലത്ത് മസ്ജിദിൽ മുഹറം 10, 9, 10 ഒക്കെ നോമ്പ് തുറക്കുന്നതിന് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയട്ടെ. ഉമ്മത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ. ഉമ്മത്തിൽ നന്മകൾ ഉണ്ടാവട്ടെ. നന്മകൾ ഉണ്ടാകാനുള്ള പരിശ്രമം ചെയ്യും. നന്മകൾ ഉണ്ടാവാനുള്ള പരിശ്രമം ചെയ്യണം. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറിക്കണം. തിന്മകളിൽ നിന്ന് മാറിക്കണം. കല്യാണം സൽക്കാരം ഒന്നും പറ്റില്ല. അത് മാത്രമല്ല, എണ്ണ വെച്ച വായമലും കയറാൻ പറ്റൂല. മനസ്സിലായില്ലേ? എണ്ണ തേച്ച വായമ കയറാൻ പറ്റൂല. അതുമാതിരിയുള്ള കുറെ പരിപാടികളുണ്ടല്ലോ. ഇല്ല, ആളുകൾക്കൊരു ഐഡിയ ഇല്ല. ആളുകൾക്കൊരു ഐഡിയ ഇല്ല. കേരളത്തിന് ഉത്സവമായി, നമ്മൾക്കൊന്നും ഒരു ഉത്സവമായി. എന്തേലും റബീഉൽ മറ്റേ വലിയൊരുന്നാളെങ്കിലും ഒരു ഉത്സവമാക്കി. തൊപ്പി ആരും ഇടൂല. നമ്മൾ എല്ലാം. അതുകൊണ്ട് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ഏതൊരു കോലത്തിലാണോ ഉള്ളത്, ഏതൊരു ടീമിൻ്റെ സാദൃശ്യതയിലാണോ ഉള്ളത്, അവരിൽ പെട്ടവരാണ്. അവരിൽ പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ആരും ഉപദ്രവിക്കേണ്ട, ആർക്കും ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യരുത്. ഒരാളും നമ്മളെ ശത്രുക്കളില്ല. നമ്മൾക്ക് ഒറ്റ ശത്രുള്ളൂ. ഒറ്റ ശത്രു ആരാണ്? ശൈത്താൻ മാത്രമേ നമ്മളെ ശത്രുള്ളൂ. വേറെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം, എല്ലാവർക്കും നന്മ ഉണ്ടാവണം, എല്ലാവർക്കും ഗുണം ചെയ്യണം. നമ്മളെ റസൂൽ ശാസനങ്ങൾ പഠിപ്പിച്ചത് ഒരാളെ ഉപദ്രവിക്കരുതെന്ന്. ഒരാളെ ഉപദ്രവിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, ആരും ഉപദ്രവിക്കരുത്. എല്ലാവർക്കും നന്മ ചെയ്യാനാണ് പഠിപ്പിച്ചത്. എല്ലാവരോടും കടമകളെ പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ആദർശത്തിൻ്റെ സാദൃശ്യതയിൽ ചെന്നെത്തിയാൽ അല്ലാഹു തആല നമ്മളോട് എന്ത് നിലപാടെടുക്കും നമുക്ക് അറിയില്ല. അത്രയുണ്ട്. അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ കുടുങ്ങരുതെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ നന്നാക്കുക, നമ്മളെ മക്കളെ നന്നാക്കുക, നമ്മളെ മക്കളെ അത് ചിട്ടയോട് കൂടി വളർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കാൻ പറ്റിയ സമയമാണിത്. വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കാൻ പറ്റിയ സമയം. അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കാനുള്ള പരിശ്രമം ചെയ്യും. നാളെ രാത്രിയും മറ്റിവിടെ കുട്ടികൾ കൂടുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും പുറപ്പെടുന്നുണ്ട്. ഒരു 3 ദിവസത്തേക്കോ ഒരു 5 ദിവസത്തേക്കൊക്കെ ഒരയക്കി അവരുടെ ജീവിതത്തിൽ ദീനുണ്ടാവട്ടെ, അള്ളാഹിനെ പറ്റി ഒരു പറയട്ടെ, കേൾക്കട്ടെ. അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഈമാനിൻ്റെ ശക്തി ഉണ്ടാവട്ടെ. അങ്ങനെ ഈ സമുദായത്തിന് നന്മയും മനുഷ്യരാശിക്ക് നന്മയും ഉപകാരവും ചെയ്യുന്ന മക്കളായി നമ്മളെ മക്കൾ മാറട്ടെ. ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരായി മാറട്ടെ. അത് കിട്ടണമെങ്കിൽ സഹോദരന്മാരെ ഈമാന്റെ വെളിച്ചം തന്നെ വേണം. അതുണ്ടാവാൻ അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടട്ടെ, അവരങ്ങളയക്കി. അതുകൊണ്ട് നാളെ വൈകുന്നേരം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാനല്ല 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്കൊക്കെ പോകാനുള്ള ആൾക്കാരെ ഇൻഷാ അല്ലാഹ് അവരങ്ങൾ കൊണ്ടുവരും. രക്ഷിതാക്കൾ കൊണ്ടുവന്നവർ അള്ളാഹിന്റെ മാർഗത്തിലാക്കി. സ്കൂളിൽ പഠിക്കുന്നവർ, ചെറുപ്പക്കാർ, പഠനം കഴിഞ്ഞവർ, ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒഴിവുള്ള ആളുകൾ എല്ലാവരും വരും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയും കേൾക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം ദീനുണ്ടാക്കി തരും. മക്കളിൽ ദീനുണ്ടായാൽ നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമയാവും. കണ്ണിൻ്റെ കുളിർമ മക്കളുടെ ജീവിതത്തിൽ ദീനുണ്ടായാലാണ്. അതുകൊണ്ട് നമ്മളെ കുടുംബജീവിതത്തിൽ ദീനുണ്ടാക്കണം. അതുകൊണ്ട് അതിനുള്ളൊരു മാർഗ്ഗമാണ്. ഒരു ഈ സന്ദർഭത്തിൽ അയച്ചില്ലെങ്കിൽ പിന്നെ ഏത് സന്ദർഭത്തിൽ അയക്കാം.
ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്പം ഈമാന്റെ പൊരിണ്ടായാൽ പിന്നെ അത് വേറെ സ്ഥലത്തെത്തിയാൽ കത്തിക്കോളും. വേറെ ഏത് രാജ്യത്ത് പോയാലും കത്തും വരും. ഏത് രാജ്യത്ത് പോയാലും കത്തും. ഏത് കുഫറിന്റെ അല്ലെങ്കിൽ ഏത് തിന്മകളുടെ മാഹോലിൽ പോയാലും അവർ പിടിച്ചു നിൽക്കും. കാരണം അവർ ഹൃദയത്തിനുള്ളിൽ ഈ പൊരിയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കിട്ടുന്ന ഈമാന്റെ പൊരി ഇപ്പോൾ ഒരങ്ങൾ നോക്കണ്ട. എന്തെങ്കിലും ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരാ പൊരി വീണ്ടും കത്തും, ഒരു നന്മയിലെത്തും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യില്ലേ? നമ്മളും സ്വന്തമായി തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടും. ജീവിതത്തിൽ ഈമാൻ ഉണ്ടാക്കണം. മരണം എപ്പോൾ സംഭവിക്കുന്നു ആർക്കും അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്യണം, അള്ളാഹുമായി അടുക്കണം. അതുകൊണ്ട് സുന്നത്തായ നോമ്പ് എല്ലാ 13, 14, 15 നോമ്പുകൾ നമുക്ക് നോക്കാൻ പറ്റും. സുന്നത്തായ മാസത്തിൽ 3 നോമ്പെങ്കിലും നോക്കി ഈ മാസം 9-ന്റെയും 10-ന്റെയും നോമ്പും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ നമുക്ക് ആഖിറത്തിൽ എത്തുമ്പോഴേക്കും വലിയൊരു വരുമാനം ഉണ്ടാവണം. അത് നമ്മളുണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഈമാനും അമലും നന്നാവുമ്പം അവസ്ഥകൾ ആരനുകൂലാക്കി തരും? അള്ളാഹ് അനുകൂലാക്കി തരും. അതുകൊണ്ട് ചെയ്യൂല ഇൻഷാ അല്ലാഹ്. നമ്മളെ കൂട്ടുകാരോട് ബാക്കിയുള്ളവരോടൊക്കെ നോമ്പിൻ്റെ കാര്യം പറയണം. മസ്ജിദിലായിട്ടുള്ള ഏർപ്പാടും ചെയ്യണം. ചെയ്യും ഇൻഷാ അല്ലാഹ്. മക്കളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കാനുള്ള പരിശ്രമം ചെയ്യും. അത് നാളെ രാത്രി ഓരോ വൈകുന്നേരം ഓരോ നമ്മളെ കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നുള്ള ആ ദിവസത്തിലേക്ക് 5 ദിവസത്തേക്ക് ജമാഅത്ത് അല്ലെങ്കിൽ 3 ദിവസത്തെ ജമാഅത്തുകൾ പുറപ്പെടും. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ അതിൽ പുറപ്പെടാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ. ഖൈറിൻ്റെ വാതിലുകൾ പടച്ചവൻ നമ്മളെ എല്ലാവരിലേക്കും തുറന്നു തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗപ്പൂങ്കാവനമാക്കുമാറാവട്ടെ. രോഗികളുടെ രോഗങ്ങളെ അള്ളാഹു ഷിഫാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ ഞായറാഴ്ച ഖുർആൻ ക്ലാസ് ഉണ്ടാവും രാവിലെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഖുർആൻ അതിങ്ങനെ കേൾക്കുമ്പോഴാണ് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുക. നമുക്ക് ഹിദായത്തിന് തന്ന കിതാബാണ് ഖുർആൻ. ഹുദൽ ലിന്നാസാണ് ആ കിതാബ്. ഹുദൽ ലിൽ മുത്തഖീനാണ്. അതുകൊണ്ട് ഖുർആൻ്റെ വരികൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരി. ഒരു കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച എന്തായാലും കല്യാണം മുടങ്ങൂല, വങ്ങൊന്നും മുടങ്ങൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 8-8:30 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തി. കൂട്ടുകാരൊക്കെ കൂട്ടി നമ്മൾ വരുന്ന വരവ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ഖുർആന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് വരാൻ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തി എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. വരൂലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين أنت رب المستضعفين أنت رب العالمين. കാരണം അല്ലാഹുവേ, കൃപയുള്ള പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ പാവങ്ങളും പുറത്തു തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ മുഴുവൻ തിന്മകളെയും നീ മാപ്പാക്കി തരണേ പഠിച്ചവനെ. നിന്റെ ഇഷ്ടം, നിന്റെ പൊരുത്തം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഖൈറിൻ്റെ എല്ലാ വാതിലുകളും ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഷർറിൻ്റെ എല്ലാ വാതിലുകളും ഞങ്ങൾ നീ കൊട്ടണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് ആരോഗ്യം തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് പഠിച്ചവനെ, എൻ്റെ ഇഷ്ടം, നിന്റെ പൊരുത്തം തരണേ പഠിച്ചവനെ. അള്ളാഹുവെ, ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചവനെ. ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ പഠിച്ചവനെ. ആഫിയത്തിൻ്റെ വഴികൾ ഞങ്ങളിലേക്ക് നീ തുറക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ, നിന്നെ തൃപ്തിപ്പെടുത്താനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് പഠിച്ചവനെ. നിന്നെ തൃപ്തിപ്പെടുത്താനുള്ള ഭാഗ്യം തരണേ പഠിച്ചവനെ. അള്ളാഹുവെ, ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങളിലേക്ക് തുറക്കണേ പഠിച്ചവനെ. ഷർറിൻ്റെ എല്ലാ വാതിലുകളും നീ കൊട്ടിയടക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ, എന്തെല്ലാം നന്മകൾ, എന്തെല്ലാം പഠിച്ചവനെ ഖൈറുകൾ ഞങ്ങൾ വഴിയായിട്ടുണ്ടായിട്ടുണ്ടോ ആ ഖൈറുകളെല്ലാം നീ നിലനിർത്തണേ പഠിച്ചവനെ. ഞങ്ങൾ വഴിയായി എന്തെല്ലാം ഷർറുകളുണ്ടായ ഷർറുകളെ മുഴുവനും നീ അവസാനിപ്പിക്കണേ പഠിച്ചവനെ. ഞങ്ങളെ കൊണ്ട് ഖൈറിൻ്റെ താക്കോലുകളായി ഞങ്ങളെ നീ ആക്കണേ പഠിച്ചവനെ. ഷർറിൻ്റെ പൂട്ടുകളാക്കണേ പഠിച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പഠിച്ചവനെ. അവരിൽ മരിച്ചവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ. മരിച്ചവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ പഠിച്ചവനെ. ആഫിയത്തിൻ്റെ വഴികൾ ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, നീ ഞങ്ങളെ പഠിച്ചവനെ നന്മയിലേക്ക്, ഖൈറിലേക്ക് വലിച്ചു ചേർക്കണേ പഠിച്ചവനെ. അല്ലാഹു, ഞങ്ങൾ മടി കാണിക്കും, ഞങ്ങൾ ഗഫലത്തിലാവും. പക്ഷെ നീ ഞങ്ങളെ വിടാതെ നന്മയിലേക്ക് വലിച്ചു ചേർക്കണേ പഠിച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഉമ്മത്തിന് ഉപകാരമുള്ളതാക്കണേ പഠിച്ചവനെ. അശ്രദ്ധകൾ ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് പഠിച്ചവനെ, ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ എളുപ്പാക്കി തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഹലാലായ സമ്പാദ്യ മാർഗങ്ങളെ നീ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചവനെ. ഹറാമിൻ്റെ എല്ലാ വഴികളെയും നീ കൊട്ടിയടക്കണേ പഠിച്ചവനെ.
ഞങ്ങളെ രോഗികളെ രോഗത്തെ ശിഫയാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ പഠിച്ചവനെ. അള്ളാഹുവെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ട ആൾക്കാർ അവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പഠിച്ചവനെ. അവർക്കൊക്കെ നീ പഠിച്ചവനെ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പഠിച്ചവനെ. കടങ്ങളുള്ള ആളുകളെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കണേ പഠിച്ചു. കടം പകലിൻ്റെ നിന്ദ്യതയാണ് പഠിച്ചവനെ, രാത്രിയുടെ അസ്വസ്ഥതയാണ് പഠിച്ചവനെ. ഒരുപാട് ആൾക്കാർ കടക്കാരായി പോയി പഠിച്ചവനെ. എല്ലാവരുടെ കടങ്ങളും നിന്റെ ഖജനാവുന്നെടുത്ത് നീ വീട്ടണേ പഠിച്ചവനെ. നിന്റെ ഖജനാവുന്നെടുത്ത് നീ വീട്ടണേ പഠിച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ പഠിച്ചവനെ. ഞങ്ങളെല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ പഠിച്ചവനെ. ഖൈറിൻ്റെ വാതിലുകൾ നീ ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തരണേ പഠിച്ചവനെ. തിന്മയിൽ നിന്ന് മാറിക്കാൻ തൗഫീഖ് തരണേ പഠിച്ചവനെ. യാ അല്ലാഹ് ദീൻ്റെ പരിശ്രമം മരിക്കണത് വരെ ചെയ്യാൻ തൗഫീഖ് തരണേ പഠിച്ചവനെ. അള്ളാഹു ഈ മസ്ജിദിനെ നീ കബൂലാക്കണമല്ല. ഇതിന് സമ്പത്ത്, ശരീരം, കഴിവുകൾ, യോഗ്യതകൾ ചെലവഴിക്കുന്നവർ, ഇതിൻ്റെ പിന്നാലെ കൂടി നടക്കുന്നവർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല. അവർക്കൊക്കെ നീ നന്മ ചെയ്യണേ പഠിച്ചവനെ. അവരെല്ലാവരും നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ല. വിവാഹപ്രായമായ യുവതികൾ, യുവാക്കൾ, അവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ നസീബാക്കണേ അല്ല പഠിച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ല. ആഫിയത്തിൻ്റെ വഴികൾ നീ ഞങ്ങളിലേക്ക് എല്ലാവർക്കും തുറന്നു തരണേ പഠിച്ചവനെ. ഷർറിൻ്റെ എല്ലാ വഴികളും നീ ഞങ്ങൾക്ക് പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് കൊട്ടിയടക്കണേ പഠിച്ചവനെ. ഷർറിൻ്റെ എല്ലാ വഴികളും ഞങ്ങളിൽ നിന്ന് നീ കൊട്ടിയടക്കണേ പഠിച്ചവനെ. ഞങ്ങളുടെ ദുആകളെ കബൂലാക്കണേ അല്ല പഠിച്ചവനെ. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ല. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ പഠിച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി.